നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനസമ്പർക്ക പരിപാടിയുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ പ്രതിരോധിക്കുമെന്നും ഉപരോധിക്കുമെന്നും ഇടതുപക്ഷവും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചോദ്യം ഉത്തരം പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ. സ്വാഗതം VS. ഇപ്പോഴും ഈ സർക്കാർ പോലും 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ, ഇപ്പോൾ 3 സീറ്റിൻ്റെ ശെൽവരായൂടെ വന്നുകൊണ്ട് 3 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഏത് സമയം വേണമെങ്കിലും വീഴാവുന്നൊരു സർക്കാരാണ്. എന്തുകൊണ്ട് പാർട്ടി അതൊരു ശക്തമായ സമരത്തിലേക്ക് പോയി ഈ സർക്കാരിനെ നിലത്തേക്ക് കൊണ്ടുവരുന്നില്ല? അതിനൊരു ആരോപണമായി പറയുന്നത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ്. ഈ സർക്കാർ താഴ്ത്തുപോയാൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവും. അത് പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്നൊരു സിദ്ധാന്തം പറയുന്നുണ്ട്. വസ്തുതയുണ്ടോ അക്കാര്യത്തിൽ? അതൊക്കെ തന്നെ പരിശോധിക്കേണ്ട രീതിയാണ്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ പ്രതിപക്ഷം പോലും പറയുന്നത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ ശക്തി. കാരണം ആ പാർട്ടി തന്നെ ആഗ്രഹിക്കുന്നില്ല VSനെ മുഖ്യമന്ത്രിയായി കാണാൻ. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ നിലനിൽക്കുന്നതെന്ന് പ്രതിപക്ഷം പോലും പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ക്ഷമിക്കണം, ഭരണപക്ഷം പറയുന്നു. ഭരണപക്ഷത്തിൻ്റെത് എന്ന് പറയുന്നത് ഇപ്പോൾ ചാണ്ടി ലോകത്തിലേക്ക് ഏറ്റവും വലിയ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സരിതാ നായർ, ബിജു രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി, ഇവർ സോളാറിൻ്റെ കാര്യത്തിൽ 50% പൈസ കൊണ്ട് ഓരോ വീടിനും ഓരോ ഫാക്ടറിക്കും ഇലക്ട്രിസിറ്റി കൊടുക്കാവുന്ന വിധത്തിലുള്ളൊരു സ്കീമാണ് പൊളിച്ചിട്ട് ചില കമ്പനികൾ നടത്തിയിട്ട് കോടികൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കാര്യത്തിൽ ഉള്ള ന്യായവാദം പറ്റി ചിന്തിക്കാൻ ഒക്കുമോ? അതുകൊണ്ട് അയാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് ഈ അഴിമതിയെ സംബന്ധിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടത്തണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സമരങ്ങൾ നടത്തി VS. വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് VS. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഈ സമരം എന്തുകൊണ്ട് വിജയത്തിലെത്തിക്കാൻ കഴിയുന്നില്ല? അതടി കഴിയുന്നതായിട്ട് വരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറേ ആളുകളെ അണിനിരത്തി വലിയ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടത്തിയെങ്കിലും അത് തൽക്കാലത്തേക്കൊരു ഒത്തുതീർപ്പിലെത്തി അതിന് നിലനിർത്തിയിരിക്കുകയാണ്. വീണ്ടും ഇവരുടെ അഴിമതി വീണ്ടും നിരവധി അഴിമതി തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പിൽ എത്തുന്ന ഒരു സമീപനം CPM ഉണ്ടായിരുന്നു. VSും പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ. 80 മുതൽ 92 വരെ 12 വർഷക്കാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു VS. സമരങ്ങൾ ഒത്തുതീർപ്പിൽ എത്തിക്കുന്ന ഒരു രീതി പാർട്ടിക്കുണ്ടോ? അല്ല, സമരം ശക്തിപ്പെടുന്ന അവസരത്തിൽ ഗവൺമെൻറ് കീഴടങ്ങുക എന്നുള്ള നിലപാട് വരാറുണ്ട്. അങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും വരാറുള്ളത്. ഇതും അങ്ങനെ വരേണ്ടി വരും. ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തി വീണ്ടും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് സമരം. ആ സമരം വ്യാപകമായിട്ടുള്ള നിലയിൽ കേരളമാകെ ശക്തി സംഭരിച്ച് മുന്നോട്ട് വരുമ്പോൾ അഴിമതിക്കാരനായിട്ടുള്ള ആളിനെ പുറത്താക്കുക എന്നുള്ള നിലയിലേക്ക് ഒന്നുകിൽ തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ നിരന്തരമായ സമരത്തിൻ്റെ ഫലമായിട്ട് ഭരണകക്ഷിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയാത്ത സ്ഥിതിയോ അത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചേ തീരൂ. അത് ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അത് കാലങ്ങൾ എങ്ങനെയാണ് നീങ്ങുന്നതെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 4 സ്റ്റാഫുകളിൽ പലരും ഇപ്പോൾ കോടതി കേസ് വിധേയമായിട്ട് ജയിലിനകത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ എത്രയാകും, എങ്ങനെയാകും ജയിലിൽ പോവുക എന്നുള്ള സ്ഥിതി വരുമോ, അതോ കുറേ കഴിയുമ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള സ്ഥിതി വന്നിട്ട് തിരഞ്ഞെടുപ്പിൽ തോക്കുകയാണ് എന്നുള്ള സ്ഥിതി വരുമോ എന്നൊക്കെ ഉള്ളതിന് കണ്ടറിയണം. താങ്കളും മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. താങ്കളുടെ ഓഫീസിലെ 4 പേരാണ് ഇതുപോലെ കേസിൽ പെടുകയും പുറത്താക്കേണ്ടി വരികയും ജയിൽ പോവുകയും ചെയ്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളൊരു പദവി ധാർമ്മികമായി തുടരുകയില്ല. അന്തസ്സായിട്ട് അത് രാജിവെച്ചിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടും. തുടരുകയില്ല. അത് പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ഓരോ വ്യക്തികളുടെയും അഭിപ്രായത്തെ ആദരിച്ചാണ് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി എത്ര ശ്രമിച്ചാലും അയാൾ രാജിവെക്കുകയില്ലെന്ന് തോന്നുന്നില്ല. ആ തരത്തിൽ അടിച്ചിറക്കിയാലല്ലാതെ അയാൾ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ധൈര്യപൂർവ്വം തീരുമാനമെടുക്കാൻ കഴിയുന്നത്? എന്ത് പ്രക്ഷോഭം ഉണ്ടായിരുന്നാണ് നിങ്ങൾ പത്രക്കാർ, മാധ്യമങ്ങൾ ചോദിക്കേണ്ടത്, എന്നോടല്ല. സത്യത്തിൽ VS, ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു കഴിവില്ലായ്മ ഇതിനകത്ത് ഫീൽ ചെയ്യത്തില്ലേ ജനങ്ങൾക്ക്? കാരണം ഇത്രയും ശക്തമായൊരു കേസ് ഉണ്ടായിരിക്കുന്നു, പക്ഷേ ഒരു പ്രക്ഷോഭം ശക്തമായി നടത്തി വിജയിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതിലേക്കാണ് നിങ്ങൾ എല്ലാ കക്ഷികളും കൂടെ യോജിച്ചിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിൻ്റെ ശക്തിയായിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം, കേരളത്തിലാകെയുള്ള ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഒരു വീഴ്ച വരുന്നുണ്ട് എന്നൊരു അഭിപ്രായം സീനിയർ ആയ നേതാവ് ഇല്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. എല്ലാ കക്ഷികളും കൂടെ ചേർന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്.
ഈ പാമോയിലും കേസിന്റെ കാര്യത്തിൽ VS സമരവുമായി ഈ നിയമയുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണല്ലോ തീരുമാനിച്ചത്. അതെ അതെ. ആ കേസിന്റെ ഒരു പരിസമാപ്തി എന്തായിരിക്കും? കാരണം VS എപ്പോൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് വിജയത്തിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാലകൃഷ്ണയുടെ കേസിലായാലും കുഞ്ഞാലിക്കുട്ടിയുടെ കേസിലായാലും ഒക്കെ ഈ കേസിന്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കും? പിന്നെ പാമോയിൽ കേസിൻ്റെയും ഐസ്ക്രീം കേസ്, കുഞ്ഞാലിക്കുട്ടിയുടെ കേസിൻ്റെ എല്ലാം ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതിയായ സുപ്രീം കോടതി. അവിടെ എന്ത് വിധിക്കും? പിന്നെ ഇടമലയാർ കേസും ആ സുപ്രീം കോടതിയിൽ വിധിച്ചിട്ടാണ് ബാലകൃഷ്ണപിള്ള 1 കൊല്ലം തടവി കഴിയേണ്ടി വന്നത്. 10-20 കൊല്ലമായിട്ട് നിരന്തരമായി കോടതി കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഒരു മന്ത്രിയെ, ഇലക്ട്രിസിറ്റി മന്ത്രിയെ പൂജപ്പുര സെൻറ്ററിലാക്കിയത്. അത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കേസിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. പക്ഷേ മുന്നോക്ക കോർപ്പറേഷൻ്റെ ചെയർമാനായി ഇരിക്കുകയാണ് ഇപ്പോൾ. അതെ അങ്ങനെ അത് ഭരണത്തിൻ്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ട് ബാലകൃഷ്ണപിള്ളയുടെ വെരുട്ടിൻ്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി എല്ലാത്തിൽ നിന്നും അഴിമതിക്കാരെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളും മകനും എല്ലാം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവ ദൂഷ്യത്തിൻ്റെയൊക്കെ ഫലമായിട്ട് പലതരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടിട്ട് അയാളുടെ വിരട്ടലിന് വിധേയമായതാണ്. സ്വാഭാവികമായിട്ടും സമ്മതിക്കുന്നതല്ല. ഇപ്പം ഗണേശനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ കാണുന്നത്. അതേപറ്റി ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, വായിച്ചില്ലേ? അത് ഗണേശൻ അഴുക്കാണ് എന്നാണ് താങ്കൾ പ്രസ്താവിച്ചത്. അത്ര ആളുകളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരരുത്. തങ്കച്ചി എന്ന് പറയുന്ന ഭാര്യയെ വീട്ടിൽ കയറി തന്നെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയെ. എന്നിട്ടോ മറ്റ് സ്ത്രീകളെ പിടിക്കുകയാണ് അവൻ. എന്നിട്ട് അവസാനം ഒത്തുതീർപ്പാക്കി 2 കോടി രൂപ പിന്നെ ജാമ്യത്തിൽ തങ്കച്ചിക്ക് കൊടുത്തിട്ട് ഒത്തുതീർപ്പായി. ഇപ്പം അങ്ങനെ ഒരുമിച്ച് കുടുംബമായിട്ട് കഴിയുന്നത്. അവന് കുടുംബമായിട്ട് കഴിയാനൊക്കില്ല. അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനല്ല അവൻ. അല്ല പിന്നെ അധ്യാപികളോ മറ്റുള്ള ആളുകളെയോ ഒക്കെ തന്നെ കിട്ടുമെങ്കിൽ അവിടെ കയറുക, സ്വന്തം ഭാര്യയെ വേറെ ആരെങ്കിലും കിടവിറങ്ങാൻ വേണ്ടിയിട്ട് വിടുക എന്നുള്ള നിലയിലുള്ളൊരു കൾച്ചറാണ് അവർക്കുള്ളത്, ഫ്യൂഡൽ കൾച്ചർ. ഇത്തരത്തിലൊരു മന്ത്രിസഭ എങ്ങനെ തുടരുന്നു? ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. ഈ സംസ്ഥാനത്തെ പത്രക്കാർ ഈ തരത്തിലുള്ള കൊടിയ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം പ്രതിപക്ഷം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. എന്നാൽ അത് ശക്തമല്ല. കൂടുതൽ ശക്തമായിട്ടുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ളുകില്ലായ്മ എതിർക്കുന്നൊരു ഘട്ടം വന്നാൽ നിലനിന്ന് പോകാനൊക്കില്ല. VS പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഭരണകാലത്ത് തന്നെ ഈ പെണ്ണുപിടിയന്മാരെ അല്ലെങ്കിൽ സ്ത്രീ പീഡന്മാരെ ഞാൻ കൈവലങ്ങ് വെച്ച് നടത്തുമെന്ന്. പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സമരം എങ്ങനെയാണ് സമരത്തിലുള്ള നില ഇപ്പം കോടതി വഴി ന്യായമായിട്ടുള്ള നിലയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉന്നതമായ സുപ്രീം കോടതി തന്നെ ഞാൻ കേസുമായിട്ട് എത്തിയിരിക്കുന്നത്. ഇത്തരം പിന്നെ VSന്റെ ഈ നിയമസമരങ്ങൾക്ക് പാർട്ടിയുടെ ഒരു പിന്തുണ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും പിന്തുണയുണ്ട് അതിനകത്ത്. ഈ ബാലകൃഷ്ണപിള്ളയുടെ കേസിൽ അവസാന ഘട്ടത്തിൽ VS ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു പാർട്ടിയുടെ പിന്തുണ എന്തുകൊണ്ട് കിട്ടുന്നില്ല? എല്ലാവർക്കും എല്ലാ പിന്തുണയുണ്ട്, എല്ലാവർക്കും. ഈ എപ്പോഴെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യം ആരോടെങ്കിലും വെച്ചു പുലർത്തുന്ന ഒരാളാണോ VS? ഇപ്പോൾ ഉദാഹരണത്തിന് പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയെ പിടിക്കാൻ തീരുമാനിച്ചാൽ VS ബാലകൃഷ്ണപിള്ളയുടെ പുറകെ പോകും, കുഞ്ഞാലിക്കുട്ടിയെ പിടിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ പോകും. അങ്ങനെ ഒരു വ്യക്തിപരമായ ഫൈറ്റാണോ VS? ഇല്ലെന്നും എല്ലാവർക്കും അറിയാൻ പാടില്ല. ഇടമലയാർ കേസിലെ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ഗവൺമെൻറ് ഖജനാവിനെ നഷ്ടപ്പെടുത്തിയത് സത്യമാണ്. അത് കണ്ടുപിടിച്ചതാണ്. അത് പിന്നെ അസന്നിഗ്ധമായി സുപ്രീം കോടതി തെളിയിച്ചത് കൊണ്ടാണല്ലോ അത് വിധി ഒരു കൊല്ലമെങ്കിലും കൊടുക്കേണ്ടി വന്നത്. ഇത്രയും കൊല്ലമായതുകൊണ്ട്, ഇത്ര പഴകിയതുകൊണ്ട് 1 കൊല്ലത്തിലെ ശിക്ഷ എന്നാണ് എൻ്റെ വക്കീൽ വാദിച്ചത് തന്നെ. അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന കേസും. അതിൽ എനിക്ക് അനുകൂലമായിട്ട് തന്നെ വേണ്ട വിധി സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, സീനിയർ ജഡ്ജിമാർക്ക് പറയേണ്ടി വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ സത്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ VS നടത്തിയ പ്രസംഗം നന്ദകുമാറാണ് എഴുതി തന്നത് എന്ന് PC ജോർജ് ആരോപിച്ചിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് VS നിയമസഭയിൽ നടത്തിയ പ്രസംഗം. എന്തെങ്കിലും ഒരു വസ്തുതയുണ്ട് ഈ കാര്യത്തിൽ? PC ജോർജിൻ്റെ ഒരു ആരോപണമാണിത്. അതെല്ലാം നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം. PC ജോർജാണ് ഹമീദിനെ ഇയാൾക്കെതിരായിട്ട് ഒരു വിജിലൻസ് ജഡ്ജി ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ, ഹമീദിനെ പറ്റി ഇയാൾ എന്താ പറഞ്ഞെന്നറിയാമോ? ഹമീദിനെ പറ്റിയിട്ട് PC ജോർജ് പറഞ്ഞത് ഇയാൾ പാകിസ്ഥാൻകാരനാണെന്നാണ്. അയാൾ ആ സ്ഥാനത്ത് അയാൾ മുസ്ലിമായിരുന്നു എന്നുള്ളത് ശരി, പക്ഷേ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല, അയാൾ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഞാൻ ഈ കേസ് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു പോയി. അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ട് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ആഗ്രഹം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അന്ന് അങ്ങനെ പോയി. ഇപ്പോഴയാൾ ആളുകളുടെ കൈകൾ മൊത്തി നടക്കുകയാണ്. അറിയാമോ നിങ്ങൾക്ക്?
ഈ പിന്നെ ജോർജ്, അങ്ങനെ അവസരം പോലെ അഭിപ്രായങ്ങൾ മാറ്റുന്ന ആളുകൾ പലതും ഉണ്ടാകും. അത് അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യും? തെറ്റെന്ന് തോന്നുന്ന അവസരത്തിൽ പിന്നെ ശരിയെന്ന് തോന്നുന്ന അവസരത്തിൽ അതെൻ്റെതാണെന്നുള്ള നിലയിൽ പിന്നെ ട്രൈബ്യൂണലിനെ ആക്ഷേപിച്ചു. മറ്റ് ഘട്ടങ്ങളിൽ മറ്റാളുകളെ ആക്ഷേപിക്കുന്നു. അതൊക്കെ അയാളുടെ ഒരു സ്വഭാവമാണ്. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു നിലപാടെടുക്കുന്നവർക്ക് ഇതിങ്ങനെ പോകാൻ കഴിയില്ല.